രണ്ടാഴ്ച മുമ്പ് അല്ലെ ഒരാഴ്ച മുമ്പ് CAA പേരിലായിരുന്നു വിലാപം മുഴുവൻ, അല്ലെ? സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ BJP വിഭജിക്കുന്നു എന്നാണ് ഇവരുടെ പറച്ചിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ CAA നിയമം? ഇവരാരെങ്കിലും ഇതേപ്പറ്റി നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ? CAA നിയമം എന്നുള്ളത് ഒരാളുടെയും പൗരത്വം കളയാനുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകാനുള്ളതാണ്. പക്ഷെ എന്താ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞു നടക്കുന്നത്? CAA നിയമം നടപ്പാക്കിയാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മുഴുവൻ പൗരത്വവും ഇല്ലാതെയായി മാറും. രാജ്യത്തെ നിയമം നിലവിൽ വന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പൗരത്വം നഷ്ടമായതായി ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്കോ വലതുപക്ഷത്തെ നേതാക്കന്മാർക്കോ പറയാൻ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? ഒരാളുടെയും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പലർക്കും ഇവിടേക്ക് പൗരത്വം കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് അന്നത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ് നെഹ്റു ലിയാഖത്ത് കരാർ. ആർക്കും അത് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നെഹ്റു ലിയാഖത്ത് പാക്ട് എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത്. നെഹ്റുവും ലിയാഖത്ത് അലിയും തമ്മിൽ എന്താ കരാറുണ്ടാക്കിയത്? അന്ന് മതത്തിന്റെ പേരിൽ 2 രാജ്യങ്ങളെ വിഭജിക്കപ്പെട്ടു. രാജ്യത്തെ മുസ്ലിങ്ങൾ, അതായത് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിങ്ങൾ എല്ലാവരും അതിർത്തി കിടന്ന് പാകിസ്ഥാനിലേക്ക് പോയി. സ്വാഭാവികമായും ഇന്ത്യ തന്നെയായിരുന്നു പാകിസ്ഥാൻ, അല്ലെ? ഒറ്റ ദുർദിനത്തിലാണ് അത് രണ്ടാക്കിയത്. 1947 ഓഗസ്റ്റ് മാസം 14 വരെ ഒറ്റ രാഷ്ട്രമായിരുന്നു. അപ്പൊ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ സ്വന്തം നാടായ ഭാരതത്തിലേക്ക് മടങ്ങി വരണം. കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട നാട്ടിൽ ഞങ്ങൾക്ക് താമസിക്കേണ്ടതില്ല. ജന്മനാടായ ഭാരതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം നൽകണം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനിൽ നിന്ന് പിന്നീടുണ്ടായ പാകിസ്ഥാനിൽ നിന്ന് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ബൗദ്ധന്മാർക്കും ജൈനന്മാർക്കും അവരുടെ നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ അവസരം ഒരുക്കണം. ഇതായിരുന്നു നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും തമ്മിലുണ്ടാക്കിയ കരാർ. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഭാരതം ആ കരാർ പാലിച്ചിട്ടുണ്ട്. അന്നത്തെ ഗാന്ധിയുടെയും പട്ടേലിന്റെയും ഒക്കെ ആഹ്വാനം നമ്മൾ എല്ലാവരും ശിരസാ വഹിച്ചു. ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമായി ലക്ഷക്കണക്കിന് ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പലായനം ആരംഭിച്ചു. പക്ഷെ മടങ്ങി വന്ന ട്രെയിനുകൾ പലതും കബന്ധങ്ങളായിരുന്നു എന്നതാണ് ചരിത്രം. തലയും കൈയും കാലുമില്ലാത്ത നിർജീവമായ മനുഷ്യരാണ് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നത്. അല്ലാത്തവർ ജീവനും കൊണ്ട് ഓടി വന്നവരും ഉണ്ടായിരുന്നു. അന്നുണ്ടാക്കിയ കരാറിൽ ഒരു കാര്യമുണ്ട്. അതത് രാജ്യങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് സർക്കാർ എല്ലാ സംരക്ഷണവും ഒരുക്കണം. പാകിസ്ഥാനിൽ പോകാൻ ആഗ്രഹിക്കാത്ത മുസ്ലിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യം എല്ലാ തണലും ഒരുക്കി, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവരിവിടെ താമസിച്ചു. അത് അവരുടെ ജനസംഖ്യയുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ വിഭജിക്കുമ്പോ അന്നത്തെ ഭാരതം അല്ലെങ്കിൽ പിൽക്കാലത്ത് പാകിസ്ഥാനായ നാട്ടില് 15% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. നാം ഈ സംസാരിക്കുന്ന 2024 അവിടുത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 1% താഴെയാ. ബാക്കിയുള്ളവർ ഇവിടെ പോയി. ബാക്കിയുള്ള ജനതയെ മുഴുവൻ നിർദ്ദയം കൊന്നൊടുക്കി അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടു. പക്ഷേ അവരുടെ പിന്മുറക്കാർക്ക് അവരുടെ സ്വന്തം നാടായ ഭാരതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ അതിന് അവസരം കൊടുക്കണമെന്ന നെഹ്റു ഉണ്ടാക്കിയ കരാറാണ് നരേന്ദ്രമോദി സർക്കാർ പിൽക്കാലത്ത് പൗരത്വ നിയമ ഭേദഗതി മൂലം നടപ്പാക്കുന്നത്. കഥയറിയാത്ത കോൺഗ്രസുകാരൻ നെഹ്റുവിന്റെ വരെ പള്ളു പറയുക, നെഹ്റുവിനെ വരെ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസുകാരൻ അധപ്പതിച്ചു. കാരണം ഈ കരാർ ഉണ്ടാക്കിയത് നെഹ്റുവാ. എന്താ മോദി കൊണ്ടുവന്ന പുതിയ നിയമത്തിലെ വ്യവസ്ഥ? പാകിസ്ഥാനിൽ മതപീഡനമേക്കുന്ന, ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മതപീഡനം ഏറ്റുവാങ്ങുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ്, ജൈന, കാരണം ഈ 5 വിഭാഗങ്ങൾ പാകിസ്ഥാനിൽ ന്യൂനപക്ഷമാണ്, അല്ലെ? പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാകിസ്ഥാന്റെ ഭൂരിപക്ഷ മതം എന്നുള്ളത് ഇസ്ലാം മതമാണ്.
ആ ഇസ്ലാം മതത്തിൽ പെടാത്ത എല്ലാവരും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ഇത് ചരിത്ര വസ്തുതയാണ്, അല്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി. അങ്ങനെ മുസ്ലിം അല്ലാത്ത ഈ 5 വിഭാഗങ്ങൾ, അതായത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിൽ എപ്രകാരമാണോ മുസ്ലിമും ക്രിസ്ത്യാനിയും ന്യൂനപക്ഷമാകുന്നത്, അതേപോലെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, കൂടാതെ ബുദ്ധരും ജൈനരും സിഖുകാരും. ഈ 5 വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ സ്വന്തം നാടായ ഭാരതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഭാരതം അതിന് അവസരം ചെയ്തു കൊടുക്കുന്നു. അതിലെവിടെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുള്ളത്? നിലവിലെ നിയമമുണ്ട്. ഇന്ത്യയുടെ പൗരത്വ നിയമം അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് കുടിയേറി 12 വർഷം കഴിയുമ്പോഴായിരുന്നു ഇവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവസരം. നരേന്ദ്രമോദി അത് 5 വർഷമാക്കി ചുരുക്കി. ഇതാണ് CAA. ഇതിനപ്പുറത്തേക്ക് ഒരു വരിയും പറയാനില്ല. CAA നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം എടുക്കാൻ 10 വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല, 5 വർഷം കാത്തിരുന്നാൽ മതി എന്ന് ഭേദഗതി ചെയ്തതിനെയാണ് ഈ നാട്ടിലെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ നാട്ടിൽ വന്ന് കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അതിന് കുടപിടിക്കുകയാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് രാജ്യത്ത് കലാപം അഴിച്ചുവിടുക. മതത്തിന്റെ പേരിൽ കലാപം അഴിച്ചുവിടുകയാണ് ഇവര്. ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ അവര് തിരിച്ചുവിടുകയാണ് ഈ രാജ്യത്തിനെതിരെ. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പൗരത്വം ഇതാ നഷ്ടമാകാൻ പോകുന്നു. നാളെ മുതൽ നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടത്തിവിടാൻ പോവുകയാണ്. തൃശ്ശൂര്, ചാവക്കാട്ടും ഗുരുവായൂരും ഒക്കെയുള്ള മുസ്ലിങ്ങൾ നാളെ മുതൽ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പറയുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നിയമം ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ഈ നിയമം പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ കള്ളം പ്രചരിപ്പിക്കുകയാണ്. കാരണം ഈ നാട്ടിൽ അസ്ഥിരതയുണ്ടാകണം. ഈ രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും തമ്മിൽ എന്നും സംഘർഷമുണ്ടെങ്കിലേ ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ വിലപ്പോവുകയുള്ളൂ. കാരണം മറ്റൊന്നും അവർക്ക് പറയാനില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ നരേന്ദ്രമോദി നടത്തിയ അഴിമതി ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല, സ്വജനപക്ഷപാതം ചൂണ്ടിക്കാണിക്കാനില്ല, നാട്ടിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയാനില്ല, നാട് പുരോഗതി പ്രാപിച്ചില്ല എന്ന് പറയാനില്ല. അവർക്കാകെ പറയാനുള്ളതാണ് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ. രാജ്യത്തെ ജനങ്ങളെ ഇവര് മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്.